വാളയാറിലെ പെൺകുട്ടികളുടെ മരണവുമായി ബന്ധപ്പെട്ട അമ്മയെയും രണ്ടാനച്ഛനെയും കൂടുതൽ കേസുകളിൽ പ്രതി ചേർത്ത സിബിഐ നേരത്തെ 6 കേസുകളിൽ ഇവരെ പ്രതിയാക്കി കുറ്റപത്രം നൽകിയിരുന്നു. ഈ കേസുകളിലെല്ലാം ഇരുവർക്കുമെതിരെ സാക്ഷിമൊഴികളും രേഖകളും ശാസ്ത്രീയ തെളിവുകളുമെല്ലാം ഉണ്ടെന്ന് ബുധനാഴ്ച കേസ് പരിഗണിക്കവേ സിബിഐ ചൂണ്ടിക്കാട്ടി. ഇവർക്ക് സമൻസ് അയക്കുന്നതിനുള്ള നടപടിക്രമം ഈ മാസം 25-ന് സിബിഐ കോടതി പരിഗണിക്കും. വാളയാറിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ ലൈംഗിക പീഡനത്തിന് ഇരയാക്കിയതിൽ അമ്മയ്ക്കും പങ്കുണ്ടെന്നാണ് സിബിഐ കണ്ടെത്തൽ. മക്കളുടെ മുന്നിൽ വെച്ച 1-ാം പ്രതി അമ്മയുമായി ലൈംഗിക ബന്ധത്തിലേർപ്പെട്ടെന്നും ഇളയ കുട്ടിയെ പ്രകൃതിവിരുദ്ധ ലൈംഗിക പീഡനത്തിന് ഇരയാക്കിയത് അമ്മയുടെ അറിവോടെയാണെന്നും കൊച്ചി സിബിഐ കോടതിയിൽ നൽകിയ കുറ്റപത്രത്തിൽ അന്വേഷണ സംഘം വ്യക്തമാക്കുന്നു. സംസ്ഥാന പോലീസ് അന്വേഷണത്തിനെതിരെ കുട്ടിയുടെ അമ്മ നൽകിയ ഹർജിയിൽ അന്വേഷണം ഏറ്റെടുത്ത സിബിഐ അമ്മയെ 2-ാം പ്രതിയും അച്ഛനെ 3-ാം പ്രതിയുമാക്കിയാണ് കുറ്റപത്രം നൽകിയത്. ആത്മഹത്യാ പ്രേരണ കുറ്റം ഉൾപ്പെടെ വിവിധ വകുപ്പുകളാണ് ചുമത്തിയത്. 13ഉം 9ഉം വയസ്സുള്ള 2 പെൺകുട്ടികളെ 52 ദിവസത്തിന്റെ ഇടവേളകളിൽ വീട്ടിലെ ഒറ്റമുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയ കേസിലായിരുന്നു സിബിഐ അന്വേഷണം. അമ്മയുടെ ഹർജിയിൽ ഹൈക്കോടതി നിർദ്ദേശപ്രകാരം കേസ് ഏറ്റെടുത്ത സിബിഐ കൊച്ചിയിലെ കോടതിയിൽ നൽകിയ കുറ്റപത്രത്തിലാണ് മനസ്സ് മരവിപ്പിക്കുന്ന കണ്ടെത്തൽ പിന്നീടുണ്ടായത്. അമ്മയും അച്ഛനും അറിഞ്ഞുകൊണ്ട് തന്നെ 2 മക്കളെയും പ്രതികൾക്ക് പീഡനത്തിന് ഇട്ടുകൊടുത്തെന്നാണ് സിബിഐ കണ്ടെത്തൽ. കൊച്ചി സിബിഐ കോടതിയിൽ നൽകിയ കുറ്റപത്രത്തിലെ വിശദാംശങ്ങൾ 2 പെൺകുഞ്ഞുങ്ങൾ നേരിട്ട ക്രൂരമായ ദുരിതപർവമാണ് വിവരിക്കുന്നത്. കേസിൽ പ്രതികളായ കുട്ടി മധുവും പ്രദീപ് കുമാറും മരിച്ച നിലയിൽ കാണപ്പെട്ട സംഭവത്തിൽ കൂടുതൽ അന്വേഷണം വേണമെന്ന ആവശ്യം സിബിഐ ഉന്നയിച്ചിട്ടുണ്ട്. ഇതിൽ ഉൾപ്പെടെ 3 കേസുകളിലാണ് കൂടുതൽ അന്വേഷണത്തിന് അപേക്ഷ നൽകിയത്. ഇതിൽ ഒരു കേസിൽ കൂടുതൽ അന്വേഷണത്തിന് കോടതി അനുമതി നൽകിയിട്ടുമുണ്ട്. അട്ടപ്പള്ളത്തെ വീട്ടിൽ 2017 ജനുവരിയിൽ 13 വയസ്സുകാരിയെയും മാർച്ച് 4-ന് 9 വയസ്സുള്ള അനിയത്തിയെയും തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. സിബിഐ അന്വേഷണം ഏറ്റെടുത്ത് 2021 ഡിസംബറിൽ ആദ്യ കുറ്റപത്രം നൽകി.